അല്ലെങ്കിൽ ഒരു നാട് അത് പഠിച്ചത് അത്ര പെട്ടെന്ന് മറക്കില്ല. അതിൽ നാട് ഭരിക്കുന്ന ഭരണാധികാരികൾക്കും പങ്കുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പറഞ്ഞു വരുന്നത്, 4000 പോലീസുകാരെ അണിനിരത്തിയിട്ടും മഹാരാഷ്ട്രയിൽ മഹായൂതി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ മോഷ്ടാക്കൾ കവർന്നത് 12 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ്. മൊബൈൽ ഫോണുകളും സ്വർണമാലകളും പേഴ്സും പണവും അടക്കം മോഷണം വലിയ രീതിയിൽ പോയതായി പറഞ്ഞുകൊണ്ട് VIP അടക്കമുള്ളവർ നെട്ടോട്ടമോടുകയാണിപ്പോൾ. പോലീസിന് നിരവധി പരാതികൾ ലഭിച്ചു കഴിഞ്ഞു. വ്യാഴാഴ്ച ദക്ഷിണ മുംബൈയിലെ ആസാദ് മൈതാനിയിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെയാണ് ലക്ഷങ്ങളുടെ മോഷണം നടന്നത്. എല്ലാവരെയും BJPയും സഖ്യകക്ഷികളും വിളിച്ചു വരുത്തിയാണ് ഈ മോഷണം കാണിച്ചു കൊടുത്തത് എന്ന് പറയുമ്പോൾ ഈ സർക്കാർ നൽകുന്ന സന്ദേശവും മോഷണം എന്ന് പറയേണ്ടി വരും. സഖ്യ സർക്കാർ കട്ടവരെ പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് മഹാരാഷ്ട്ര BJP സർക്കാരിന്റെ പോലീസ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. BJP നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായും ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രമുഖ വ്യവസായികളും സിനിമ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരും അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു. അവിടെയാണ് ധൈര്യസമേതം കളവ് നടന്നത്. പ്രധാനമന്ത്രിയടക്കം എത്തുന്ന ഒരു ചടങ്ങായതിനാൽ സുരക്ഷയ്ക്കായി 4000-ലേറെ പോലീസുകാരെയാണ് വേദിയിലും പരിസരത്തുമായി ചുറ്റും വിന്യസിച്ചിരുന്നത്. ചടങ്ങ് കഴിഞ്ഞ ആളുകൾ പുറത്തിറങ്ങവെയാണ് മോഷണം വ്യാപകമായി നടന്നത്. മൈതാനത്തിലെ ഗേറ്റ് 2 പുറത്തിറങ്ങിയവരാണ് കൂടുതലായും ഈ മോഷണത്തിന് ഇരയായവർ. പേഴ്സും സ്വർണമാലകളും കൈചെയിനും അടക്കം 12 ലക്ഷത്തിന്റെ സാധനങ്ങൾ മോഷണം പോയതായാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്ന പരാതി. സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് വരികയാണെന്നും മോഷ്ടാക്കളെ ഉടനെ പിടികൂടുമെന്നും അറിയിച്ചിട്ടുണ്ടെങ്കിലും പോലീസിന് യാതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് പ്രാഥമിക വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, ഇതുവരെ സംസ്ഥാനം ഭരിച്ചവർ, ഇനി മുതൽ സംസ്ഥാനം ഭരിക്കേണ്ടുന്നവർ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമ്പോൾ ആ വേദിയിലും സദസ്സിലും കയറി ഇത്രയും വലിയ മോഷണവും നടന്നിട്ടുണ്ടെങ്കിൽ അത് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഇത് മോഷ്ടാക്കൾക്കുള്ള സർക്കാർ ആണെന്നാണ്. അതാണ് മോഷണം തൊഴിലാക്കിയവർ ചടങ്ങിൽ തന്നെ ആഘോഷിച്ചത്. അതത് സർക്കാരിന്റെ വിശേഷണങ്ങൾ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ എടുത്തു കാണിക്കുമെന്ന് പറയുന്നത് പോലെയാണ് മഹാരാഷ്ട്രയിൽ മോഷണം നടന്നത് BJPക്ക് നാണക്കേടായി മാറി. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ചടങ്ങിൽ പങ്കെടുത്ത ഒരു സാഹചര്യത്തിൽ.